റിയാസ് കൂളിമാട് ഉത്തരവാദിത്വത്തോടു കൂടി കേരളത്തിൽ അങ്ങിങ്ങായി പാലം പണിതു കൊടുക്കുന്ന ഏക വ്യക്തി. റിയാസിന്റെ മാത്രം പ്രത്യേകതകൾ: സിമന്റ് വേണ്ട, കമ്പി വേണ്ടേ വേണ്ട. കൂളിമാട് റിയാസ്, റിയാസ് കൂളിമാട്. ഞങ്ങൾക്ക് മറ്റ് ബ്രാഞ്ചുകളേ ഇല്ല. അതായത് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികം അടിച്ച് പാമ്പായി ആഘോഷിക്കണമെന്ന ആഗ്രഹത്തോടെയാകണം ഒന്നാം വാർഷികത്തിൽ അതിനുള്ള മുന്നൊരുക്കങ്ങളും സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു. ഓൾ കേരള കുടിയൻസ് ആൻഡ് കുടുംബക്കൽക്കൽ അസോസിയേഷനോടുള്ള പ്രത്യേക ബഹുമാനം കണക്കിലെടുത്തും കേരളത്തിൽ അന്യനിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചില തനത് കലാരൂപങ്ങളുടെ പുനരാവിഷ്കരണവും മുൻനിർത്തി 175ഓളം പുതിയ ബാറുകളുടെ ആവിർഭാവമാണ് സർക്കാർ ആദ്യഘട്ടം ലക്ഷ്യം വെക്കുന്നത്. ആദ്യം തന്നെ മലയാള മനസ്സുകൾ എന്നും ആഘോഷമാക്കിയ അത്തരം ചില കലാരൂപങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്യൂ നിന്ന് കിട്ടുന്ന മദ്യം കുടിച്ച് വീട്ടിൽ ചെന്നാൽ ഭാര്യയുടെ അടി, പുറത്തിറങ്ങിയാൽ നാട്ടുകാരുടെ അടി. ഇതൊന്നും പോരാഞ്ഞിട്ട് സർക്കാരിന്റെ ഖജനാവ് കാലിയാകാതിരിക്കാൻ മുടങ്ങാതെ മദ്യപിക്കുന്ന പാവങ്ങൾക്ക് സർക്കാർ പോലീസ് വക പൊരിഞ്ഞടി. ഇതൊക്കെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന കുടിയന്മാരുടെ മനസ്സറിയാൻ പിണറായി സർക്കാരിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അല്ലെങ്കിൽ തന്നെ പിണറായി സഖാവും കോടിയേരി സഖാവും ഒക്കെ മുന്നേ പറഞ്ഞതാണ്, ഞങ്ങൾ മദ്യവർജനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. സാധാരണ 6 കോടി മുതൽ 7 കോടി രൂപ വരെ കച്ചവടം നടക്കുന്ന സ്ഥലത്താണ് 8 കോടിയുടെ വിൽപ്പന നടന്നിരിക്കുന്നത്. ഞങ്ങളുടെ സമീപനം ഒരു കാലത്തും മദ്യനിരോധനമല്ല, മദ്യവർജനമാണ്. അതുകൊണ്ട് മദ്യത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരുന്ന ഒരു പുതിയ മദ്യനയത്തിനായിരിക്കും ഞങ്ങൾ രൂപം കൊടുക്കുക. ബാറുകളിൽ എത്ര രൂപയുടെ മദ്യം വിറ്റു എന്ന കണക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയാൽ. അത് നടപ്പിലാക്കാൻ സർക്കാർ ഏതറ്റം വരെയും പോയി. എത്ര ബാറുകൾ വേണമെങ്കിലും അധികം തുറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മദ്യനിരോധന ഭാഗമായി വിപ്ലവ വാചികപ്പയുടെ ആശയധാരയും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. സർക്കാരിന്റെ മദ്യനിരോധന യജ്ഞം കേട്ട പാതി കേൾക്കാത്ത പാതി സർക്കാരിന് വേണ്ടി തള്ളാനുള്ള ആളുകളും വന്ന് ക്യൂവിൽ നിന്ന് തുടങ്ങി. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ പറയട്ടെ: ബാറുകൾ പൂട്ടിയെന്നും കേരളത്തിൽ മദ്യപാനം കുറഞ്ഞുവെന്നും. എവിടെ പൂട്ടി? LDF വരും, എല്ലാം ശരിയാകും അല്ലേ കിട്ടുണ്ണിയേട്ടാ? ബാറുകൾ തുറന്നു വെച്ചിട്ടുണ്ട്, ബീറും വൈനും വിൽക്കണുണ്ട്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. 2014 അപേക്ഷിച്ച് 2015 ഏപ്രിൽ മെയ് മാസത്തിൽ മാത്രം 8.5 ലക്ഷത്തിലധികം കേസ് ബിയർ കൂടുതൽ വിറ്റു. 306 ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ കൂടുതൽ കൗണ്ടറുകൾ തുറന്ന് ഇഷ്ടം പോലെ വിദേശ മദ്യം വിൽക്കുന്നുണ്ട്. അയ്യോ, അപ്പോൾ ഇതിന് പ്രതിവിധി ഒന്നും ഇല്ലേ കിട്ടുണ്ണിയേട്ടാ? എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ അവിടുന്ന് ആ തിരുവായ് മൊഴിഞ്ഞൊന്ന് വെളിപ്പെടുത്തിയാട്ടെ. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും. മദ്യനയം സുതാര്യമായിരിക്കും, അഴിമതിയില്ലാത്തതായി. ഓ, അപ്പോൾ ഇതാണല്ലേ ആദ്യം പറഞ്ഞ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ ആ തമാശ. കിട്ടുണ്ണിയേട്ടൻ പറഞ്ഞതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പഴയ ലളിത ചേച്ചിയോടൊന്ന് ചോദിക്കാം. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. ആ പറഞ്ഞത് ന്യായം. അല്പം വൈകിയാണെങ്കിലും ആ പറഞ്ഞ നുണ പറയുന്നവരെ തിരിച്ചറിയാനുള്ള ഭാഗ്യം മലയാളികൾക്കും ഉണ്ടായി. നിങ്ങളുടെ വോട്ട് LDFന് തന്നെ നൽകുക. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കില്ല ലളിതേച്ചി. പതിവ് തെറ്റിക്കാതെ ഇക്കാര്യത്തിലും പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ തങ്ങളും രാഷ്ട്രീയക്കാരാണെന്ന് എല്ലാം കുളമാക്കുന്ന LDF സർക്കാർ വീണ്ടും തെളിയിച്ചു. വിശിഷ്ട വ്യക്തികൾക്കുള്ള കൂടുമൊരുക്കി വിജനമായ ഈ ഭൂപ്രദേശത്ത് ഇങ്ങനെ ഒരു കസേരയിട്ടിരിക്കുമ്പോഴാണ് എവിടെ നിന്നോ പെട്ടെന്നോ ഒരു വിലാപഗാന ശബ്ദം. പാലോം പാലോ
നല്ല നടപ്പാലം പെണ്ണുവിന്റെ കയ്യും പിടിച്ച് നടക്കണ മരുമോനെ ആയോരു പാലത്തിന്റെ തൂണിൽ നിന്നും പെണുവേ എന്നോരു വിളിയും കേട്ട്. അകാലത്തിൽ പൊലിഞ്ഞുപോയ ഏതോ ഒരു പഞ്ചവടി പാലത്തിന്റെ സ്മരണകൾ വയവിറക്കി ചേച്ചി തന്നെ സംഗീതം നൽകിയ വരികളിൽ മിന്നിമാഞ്ഞു പോയ പിണറായി വിജയനും മരുമകനും പാലവും ചേർത്ത് വായിച്ചപ്പോഴാണ് കാര്യം പിടികെട്ടിയത്. ചാലിയാർ പുഴയുടെ മുകളിൽ കൂളായി നിന്നിരുന്ന ശ്രീമാൻ കൂളിമാട് പാലം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുഴയിലേക്ക് ഇറക്കി പാർക്ക് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭരിക്കുന്നത് പിണറായി സർക്കാർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ പാലം ഇത് എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. പാലം പണി നടക്കുമ്പോൾ പറന്നു വന്ന് ഒരു മൂലയ്ക്ക് പറ്റിപ്പിടിച്ച ഒരു പിടി സിമെന്റിനോട് പോലും പോയിട്ട് അടുത്ത പാലം പണിക്ക് വരാൻ പറഞ്ഞ പാലത്തിന് മുകളിൽ കൂടി പോകുന്ന വാഹനങ്ങളുടെ ടയറുകൾക്ക് ഭീഷണി ആയാലോ എന്ന് കരുതി പാലം പണിയിൽ നിന്നും കമ്പികൾ പൂർണ്ണമായും ഒഴിവാക്കിയ സർക്കാരിന്റെ നൂതന പാലം പണി വരാനിരിക്കുന്ന പല പാലം പണികൾക്കും ഒരു മുതൽക്കൂട്ടാകുമെന്നതിൽ സംശയമില്ല. ഇനിയിപ്പോ ആ പാലം പുഴയിലേക്ക് ഇറക്കി പാർക്ക് ചെയ്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഫിറോസിക്ക? സിമന്റ് കുംഭകോണം. CPM-ന് ഫണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ഏജൻസിയായി ഇന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മാറിയതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ കൂളിമാട് നിന്നും നമുക്ക് കാണാൻ സാധിച്ചത്. സിമന്റ് വളരെ വില പിടിച്ചൊരു വസ്തുവാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. സിമന്റ് എങ്ങും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. മുമ്പ് പാലാരിവട്ടം പാലത്തിന്റെ 1-2 തൂണുകളിൽ കണ്ടെത്തിയ സിമന്റിന്റെ സാന്നിധ്യം കുറച്ച് വിള്ളലുകളിലൊക്കെ ഒതുക്കി നിർത്താൻ പാലത്തിന് സഹായമായി എങ്കിൽ പാലാരിവട്ടം പാലത്തിന്റെ ഓർമ്മ പുതുക്കലുമായി വന്ന കൂളിമാട് പാലത്തിന് പിടിച്ചു നിൽക്കാനുള്ള അവസാന സിമന്റിന്റെ അംശവും കാറ്റിൽ പറന്നകന്നിരുന്നു. സാഗരത മിത്രത്തെ മാത്രം അറിയുന്ന LDF പാലം തകർത്ത ക്രെഡിറ്റ് എല്ലാം ജാഗി എന്ന ശത്രുവിന്റെ തലയിൽ വെക്കാൻ കിണഞ്ഞ പരിശ്രമം തുടങ്ങി. കരാറുകാരുടെ വാർത്താക്കുറിപ്പിനെ ആധികാരിക രേഖയാക്കി തള്ളിമറിക്കുന്ന ബാലേട്ടന്റെ വാക്കുകളിലും വില്ലൻ ജാക്കി തന്നെ. ഈ ഹൈഡ്രോളിക് ജാക്കിയുടെ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം തകർന്ന ഹൈഡ്രോളിക് ജാക്കി അങ്ങ് ഇരുന്നു പോയി. അപ്പോൾ ഈ പൊക്കിക്കൊണ്ട് വന്ന ഈ പാലം ഇരുന്നു പോകുമ്പം ആ ഒരു ലിഫ്റ്റ് തകരുന്നത് പോലെ തകർന്നു പോയതാണ്. അത് നിർമ്മാണത്തിലെ പിഴവെന്നല്ല പറയുന്നത്, മെക്കാനിക്കൽ ട്രബിൾ എന്ന് പറയും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പോൾ മെക്കാനിക്കൽ ട്രബിൾ എന്താണ്, ടെക്നിക്കൽ ട്രബിൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ജനങ്ങൾക്കറിയാം. അത് പ്രതിപക്ഷം ഈ പാലാരിവട്ടം പാലം പണിഞ്ഞു കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് ഇടിഞ്ഞിടിഞ്ഞും അടന്നും പോയതും മറ്റേതുമായിട്ട് കമ്പയർ ചെയ്താൽ കമ്പിയില്ലാത്തതും അത് ജനങ്ങൾക്ക് മനസ്സിലാവും. പുഴ കടക്കാൻ പാലങ്ങൾ വരിവരിയായി നിൽക്കുന്നത് കണ്ടാലും പുതിയൊരു പാലം അടുത്തുകൂടി പോകുന്നത് കാണുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ്. കുഴയ്ക്കുന്ന സിമെന്റിൽ കൈയിട്ട് വാരുന്നത് കൊണ്ടാണോ എന്തോ ഉദ്ഘാടനം ചെയ്യാനുള്ള പാർട്ടിക്കാരെയും കാത്തിരിക്കുന്ന പാലങ്ങൾ ഉദ്ഘാടനം വരുന്നതിന്റെ തൊട്ടു മുമ്പ് ഏതെങ്കിലും ഒരു വെള്ളത്തിൽ ചാടി അങ്ങ് രക്ഷപ്പെടും. അല്ലയോ യുവരാജാവേ, പാലം പൊളിഞ്ഞതിനെ ന്യായീകരിക്കാനുള്ള പുതിയ വല്ല ഉടായ്പും പുറത്തുവിടാൻ സ്റ്റോക്കില്ല എന്നുണ്ടോ? ചിലർക്ക് ഈ പാലാരിവട്ടം പാലത്തിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല, അതിന്റെ പ്രശ്നമാണ്. കാലം മാറി, സർക്കാരുകൾ മാറി, നിലപാടുകൾ മാറി. പക്ഷേ നാട്ടുകാരെ പറ്റിക്കുന്നതിൽ മാത്രം ഒരു മാറ്റവുമില്ല. പൊതുമരാമത്തിന്റെ വിജിലൻസ് വിഭാഗം കൃത്യമായി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞ് ബാക്കി ആലോചിക്കും. ഈ നാടൊക്കെ പരിശോധനയുമായി നടക്കുന്ന സമയം കൊണ്ട് ആ പാലത്തിന്റെ മുകളിൽ വന്ന ഒരല്പസമയം കാറ്റും കൊണ്ട് നിന്നിരുന്നെങ്കിൽ പാലത്തിന് ബാക്കി ഉണ്ടായിരുന്ന കാറ്റെങ്കിലും മിച്ചം വെക്കാമായിരുന്നല്ലോ എന്റെ യുവരാജാവേ. എന്തായാലും പൊതുമരാമത്തിന് കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പരിശോധിക്കുന്നതുകൊണ്ട് കാര്യത്തിനൊക്കെ ഒരു വ്യക്തത വരാതിരിക്കില്ല. പാലത്തിന് മുകളിൽ കയറി പരിശോധന നടത്താൻ പോകുന്ന വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആത്മധൈര്യത്തെ സമ്മതിച്ചു കൊടുക്കണം. പഴയ ഒരു പഞ്ചവടി പാലത്തിൽ വിള്ളൽ വീണതിനെ തുടർന്ന് പിണറായി പോലീസ് വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് വിളിച്ചു പറഞ്ഞ അകത്ത് കയറ്റിയ ഇബ്രാഹിം കുഞ്ഞിന്റെ അനുയായികളും കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷമാക്കാതിരുന്നില്ല. പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ലല്ലോ. ഇതിൽ പ്രധാന പ്രതിയായി മാറേണ്ടത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുക. സത്യത്തിൽ പാലാരിവട്ടവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി ഒരു അന്വേഷണം ആവശ്യമില്ല. നേരെ പൊതുമരാമത്ത് മന്ത്രിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇഡിക്ക് കൊടുക്കാം. മുമ്പ് പഞ്ചവടി മെമ്മോറിയൽ
മെമ്മോറിയൽ എൻറോൾമെന്റ് പാലാരിവട്ടം പാലത്തിന് കിട്ടിയ വ്യവസ്ഥിതിയിൽ മുരളിച്ചേട്ടൻ ഇന്ന് അല്പം അസ്വസ്ഥനാണ്. കിട്ടിയ ഗ്യാപ്പിൽ ആ കിരീടവും ചെങ്കോലും ഒക്കെ കുളിമാട് പാലത്തിന് നൽകാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ് കമ്മിറ്റി ഇപ്പോൾ. പാലാരിവട്ടത്ത് പാലത്തിൻ്റെ റോഡിൻ്റെ നടുവിൽ 2-3 കുഴി കണ്ടതിനാണ് ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു ബീം തകർന്നു വീണു, 3 എണ്ണം. ഈ കോളിമാട് പാലമാണ് യഥാർത്ഥത്തിലുള്ള മഞ്ചവടി പാലം. പാലത്തിന്റെ ആത്മഹത്യാ ശ്രമത്തിലുള്ള അതീവ ദുഃഖത്തിലാണെന്ന് തോന്നുന്നു. CBI സീരീസിലെ വില്ലന്മാരെ പോലെ അന്വേഷണം പൊലിപ്പിക്കാനൊക്കെ മുരളിച്ചേട്ടനും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾക്കെതിരായിട്ട് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഈ പാലത്തിന്റെ എന്താണ് സംഭവിച്ചത്? കൂളിമാട് വെള്ളത്തിൽ പോയതോടെ പാലാരിവട്ടം വിസിറ്റ് നടത്തിയ സ്വരാജേട്ടന്റെ അപകട വ്യാഖ്യാനം ജാക്കിയിൽ വിരൽ ചൂണ്ടുമ്പോൾ സിമന്റും കമ്പയും ഇല്ലാത്ത പാലത്തിനൊക്കെ എന്തിനാണ് ജാക്കി എന്ന് പോലും സാക്ഷര കേരളം ചിന്തിച്ചു പോവുകയാണ്. മാന്യന്മാരായ ആളുകൾ, മര്യാദയുള്ള ആളുകൾ മാന്യമായ കാര്യങ്ങളും മര്യാദയുള്ള കാര്യങ്ങളും പറയും. എന്തോന്ന് യഥാർത്ഥത്തിൽ കൂളിമാട് സംഭവിച്ചത് എന്താണ്? അത് ഈ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയുണ്ടായ ഒരു അപകടമാണ്, അങ്ങനെ വേണം പറയാൻ. സ്വാഭാവികം. ഭാഗ്യവശാൽ മറ്റ് ജീവാപായം ഒന്നും ഉണ്ടായില്ല, അതിൽ നമുക്ക് ആശ്വസിക്കാം. അപകടം ഉണ്ടാവുന്നതും അഴിമതി നടത്തുന്നതും ഒന്നല്ല. പാലാരിവട്ടം പാലം പൊളിച്ചു നീക്കം വന്നവരെ നോക്കി നീ എന്നെ അധിക്ഷേപിക്കുന്നോടാ എന്നാണ് പാലത്തിന് ചോദിക്കാനുണ്ടായിരുന്നുവെങ്കിൽ കൂളിമാട് പാലം പശ്ചാത്താപം മൂലം നേരത്തെ ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം സഖാക്കന്മാരാരും അറിയാതെ പോലും മറന്നു പോകുന്നത് തികച്ചും വേദനാജനകമാണ്. തൽക്കാലം ടാർപ്പിട്ട് മറിച്ച കേരളയിൽ കുറ്റികൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമോ എന്ന ദുഃഖത്തിലിരുന്ന എല്ലാം ശരിയാക്കുന്ന പാർട്ടിക്ക് തൽക്കാലം ആശ്വസിക്കാം. സർവോപരി സംസ്കാര സമ്പന്നനായ സുധാകരേട്ടൻ ഒരിക്കൽ കൂടി സംസ്കാരം പറഞ്ഞപ്പോൾ അബദ്ധത്തിൽ സംസ്കാരത്തിലെ 1-2 അക്ഷരങ്ങൾ CPM-ലുള്ളവർക്ക് ചെറുതായി ഒന്ന് കൊണ്ടു. ആ മുഖ്യമന്ത്രിയുടെ സംസ്കാരം എന്ത് എന്ന് പരിശോധിക്കാൻ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് സാധിക്കണം. എന്തും പറയും, എന്തും ചെയ്യും. അങ്ങനെ ഒരു അവതാരമാണ് ശ്രീ പിണറായി വിജയൻ. അതല്ല, ഇത് ഒരു നിയോജക മണ്ഡലത്തിലെ ബൈ ഇലക്ഷന് അദ്ദേഹം ചങ്ങലയെന്ന് പൊട്ടി ആയി പോകുമ്പോഴല്ലേ വരുന്നത്. ചങ്ങലയെന്ന് പൊട്ടിയാൽ പട്ടി എങ്ങനെയാ പോവുക? അതുപോലെ അദ്ദേഹം വരുന്നത്. അതിൽ എന്തെങ്കിലും ഉണ്ടോ? നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അയാൾ ഇറങ്ങി നടക്കല്ലേ, ഞങ്ങൾക്ക് കാലളയിട്ടൊന്നുമില്ല. ചങ്ങല അശ്ലീലമല്ല, നായ അശ്ലീലമേയല്ല. പക്ഷേ സമകാല ബോധം അല്പം കുറഞ്ഞു പോയത് കൊണ്ടാകണം പിന്നീട് കണ്ടത് എന്റെ വെട്ടുകിളി ആക്രമണങ്ങൾ എന്ന സ്വന്തം ചിത്രത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന സുധാകരേട്ടനെയാണ്. ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തടയാനുള്ള എന്തെങ്കിലും കയ്യിൽ ഉണ്ടാകുമോ എന്ന് നോക്കണമല്ലോ. സുധാകരേട്ടന്റെ വലം കൈയോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ കേട്ടില്ല അത്രയും പരാമർശം തന്നോടല്ലേ പറഞ്ഞു? ഞാൻ കേട്ടില്ല, പിന്നെ ഞാനിങ്ങനെ അതിനെ കുറിച്ച് കമന്റ് ചെയ്യാം. സുധാകരേട്ടനെ ഒറ്റയ്ക്കാക്കി സതീശേട്ടൻ ചായ കുടിക്കാൻ പോയ സമയത്ത് വല്ലതും ആകണം കൃത്യമായി സുധാകരേട്ടൻ പുതിയ പരാമർശം നടത്തിയത്. അതുകൊണ്ട് തന്നെ സതീശേട്ടൻ സംഭവം അറിഞ്ഞു കാണാൻ സാധ്യതയില്ല. ഈ പരാമർശമൊക്കെ മാന്യതയാണോ ചാണ്ടി സാറേ? ഇടതുപക്ഷക്കാര് ഇവിടെ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പം മാന്യതയുടെ കാര്യമൊന്നും പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിഭ്രാന്തിയില്ല. വോട്ടർമാരോടുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ട ചുമതല ജനാധിപത്യത്തിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത്. തൽക്കാല ആക്രമണം തടയാനുള്ളത് ചാണ്ടി സാറിന്റെ പ്രസ്താവനയിൽ ഉണ്ടെന്ന് കരുതി ആശ്വസിക്കാം. ഒരു പക്ഷേ ക്യാപ്റ്റൻ അമേരിക്കയുടെ പഴയ വിപ്ലവ പരാമർശങ്ങളെ ആണോ ഈ ചാണ്ടി സാർ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുകയാണ്. സുധാകരേട്ടന്റെ ശാസ്ത്ര വ്യാഖ്യാനം കേട്ടാൽ സഖാവിന്റെ ഇത്തരം ക്രിയാത്മക പരാമർശങ്ങൾ കാരണം മനഃപൂർവ്വം പരാമർശിച്ചതാണ് എന്ന് പോലും തോന്നിപ്പോകും. കിട്ടിയ അവസരത്തിൽ മലയാള നിഘണ്ടുവിന് സഖാവ് നൽകിയ സംഭാവനകൾ ഓർമ്മിപ്പിക്കാനും സുധാകരേട്ടൻ മറന്നില്ല. ആരെ പറ്റിയാ ഞാൻ പറഞ്ഞത്? ശ്രീ പിണറായി വിജയനെ പറ്റി. അദ്ദേഹം കേരളത്തില് മലയാള നിഘണ്ടുവിന് എന്തെല്ലാം പുതിയ ഭാഷ കൊടുത്തിട്ടുണ്ട്. കുലംകുത്തി, പിന്നെ നികൃഷ്ടജീവി, പിന്നെ പരനാറി, ഇതൊക്കെ പിണറായി വിജയന്റെ കോൺട്രിബ്യൂഷനാണ് മലയാള സാഹിത്യത്തിൽ.
സുധാകരേട്ടന്റെ സതുദ്ദേശത്തെ ഞങ്ങൾ തികച്ചും ബഹുമാനിക്കുന്നു. എങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ചത് തന്നെയാണോ സുധാകരേട്ടനും ഉദ്ദേശിച്ചത് എന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ശരിക്കും സുധാകരേട്ടൻ എന്താണ് ഉദ്ദേശിച്ചത്? കൃത്യമായ ഒരു ഉത്തരം തീരുമാനിച്ച ശേഷം പറഞ്ഞാൽ മതി. അദ്ദേഹം പറ്റിയാന്നല്ല അതിന്റെ അർത്ഥം. അതൊരു ഉപമയാണ്. നമ്മൾ മലബാറിലുള്ള ഒരു കൊളോക്കിയൽ ഉപമയാണത്. സുധാകരേട്ടൻ കൊളോക്കിയലായി പറഞ്ഞതാണെങ്കിലും ആകെ കൊളവാക്കിയ അവസ്ഥയിലായി പോയി. ഇനി പ്രസ്താവനയിൽ നിന്ന് പിന്മാറാൻ വല്ല ഉദ്ദേശം ഉണ്ടോ സുധാകരേട്ടാ? അദ്ദേഹം പട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ തോന്നിയെങ്കിൽ അത് പിൻവലിക്കുന്നു. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടുകിളി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലല്ലോ. സുധാകരേട്ടന്റെ പരാമർശത്തോട് തികച്ചും നീതി പുലർത്തി കേസില്ലാത്ത പരാമർശവുമായി പല ഡോക്ടറും ആദ്യം തന്നെ രംഗത്ത് വന്നു. മലബാറിൽ മറ്റൊരു ഉപമ കൂടിയുണ്ട്. 12 കാലം പട്ടിയുടെ വാല് കുഴലിലിട്ടാൽ പോലും നേരെയാവില്ല. അങ്ങനെ ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇത് പുതുമൊഴിയാ. അപ്പൊ 12 കാലം സുധാകരനെ കുഴലിലിട്ടാൽ പോലും നേരെയാക്കാൻ കോൺഗ്രസിനാവൂല. ശേഷം സഖാവ് നടത്തിയ പുതിയ പ്രസ്താവന സുധാകരേട്ടനെ ഉദ്ദേശിച്ചാണോ അതോ ജയരാജേട്ടനെ ഉദ്ദേശിച്ചാണോ എന്നതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിന് ഈ മലബാറും തിരുവിതാംകൂറും തമ്മിലൊന്നും പട്ടിയിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെയും പട്ടിയും ചങ്ങലയും ഒക്കെ തന്നെയാണ്. അത് ഓരോരുത്തരുടെയും സംസ്കാരം കാണിക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ഷംസീർ വന്നു, രാജീവൻ വന്നു. പക്ഷെ ആരൊക്കെ വന്നാലും LDF കൺവീനർ പട്ടമലങ്കരിക്കുന്ന ഗർജന വീരന്റെ ശബ്ദത്തിന്റെ തട്ട് താണു തന്നെ ഇരിക്കുമല്ലോ. പണ്ട് ഒരു മുഖ്യമന്ത്രിയെ പോടാ പുല്ല് എന്ന് വിളിച്ചതിന്റെ ഓർമ്മകൾ മറന്നുപോയത് കൊണ്ടാകണം ഇത്തവണ മുഖ്യനെതിരെ വന്ന പരാമർശത്തെ വെറുതെ വിടാൻ ജയരാജേട്ടന് യാതൊരു ഉദ്ദേശവുമില്ല. സംസ്കാരശൂന്യമായ പദങ്ങൾ ഉപയോഗിച്ച് ഒരു മുഖ്യമന്ത്രിയെ പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്തത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. അതുകൊണ്ട് സുധാകരൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയുടെ മേലെ KPCC പ്രസിഡന്റിന് നേരെ നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം, അറസ്റ്റ് ചെയ്ത് നടപടികൾ സ്വീകരിക്കണം. എന്തായാലും ജയരാജേട്ടന്റെ ആഗ്രഹം പോലെ സംഭവം കേസൊക്കെ ആയിട്ടുണ്ട്. പാലമായാലും പരാമർശമായാലും വരാനിരിക്കുന്ന ആഘാതം പാർട്ടിയുടെ പവറിനനുസരിച്ചായിരിക്കുമെന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്നതിൽ ഓരോ രാഷ്ട്രീയക്കാരനും അഭിമാനിക്കാം. കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷം സാമൂഹ്യ ആഘാത പഠനത്തിന് വിധേയമാക്കിയ വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യ നിലവിളികൾ ജനഹൃദയങ്ങളെ കീഴടക്കി വൈറലായിക്കൊണ്ടേയിരിക്കുന്നു. തകർത്തുണ്ട്, ആക്ഷൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഇത് ആലപ്പുഴ പോപ്പുലർ ജനമഹാ സമ്മേളന ഭാഗമായി സമത്വം, സാഹോദര്യം, മതേതരത്വം എന്നീ ആദർശങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച മുദ്രാവാക്യ വിളിയിലാണ് മുദ്രാവാക്യത്തെ സൈഡിലാക്കി വിദ്യാർത്ഥികളും അനുയായികളും പുറപ്പെടുവിച്ച കൈമുദ്രയെ ശ്രദ്ധിക്കാൻ ഒരു വിഭാഗം ജനങ്ങൾ തുനിഞ്ഞിറങ്ങിയത്. ഒരു പിഞ്ച് ബാലനെ കൊണ്ട് ഇത്രയും നേരം കഥാപ്രസംഗം നടത്തിച്ച ഉദ്ദേശശുദ്ധിയെ അഭിനന്ദിക്കുന്നതിന് പകരം കൗതുകം മൂലം ആകാശത്തിലെ പറവകളിലേക്ക് വിരലുയർത്തിയ നിഷ്കളങ്ക മുദ്രയെ കളിയാക്കാൻ ശ്രമിക്കുന്ന ചുരുക്കം ചിലരൊക്കെ മനുഷ്യർ തന്നെയാണോ എന്നാണ് ഈ ചാച്ചര കേരളം ചോദിച്ചു പോകുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആവേശത്തിൽ ആറാട്ടി അവർ ആറാട്ടുകയാണ് എന്ന് പറഞ്ഞ് കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥ വിവരിച്ച മുദ്രാവാക്യ വിളിയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? ശരിയാണ്. കേരളം ഗുജറാത്ത് ആക്കണമെങ്കിൽ ഗുജറാത്ത് മോഡൽ പഠിക്കാൻ സർക്കാരിന് അങ്ങ് ഗുജറാത്തിൽ വരെ പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എത്ര കൃത്യമായ നിരീക്ഷണം. അടുത്തതുകൂടെ പറയണ മോനെ, ഈ അനക്ക് മുമ്പ് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഏത് സർക്കാരാണ് ഉള്ളത് എന്ന് ഞമ്മളൊന്ന് കാണട്ടെ. വീണ്ടും പോയിന്റ്. അല്ലെങ്കിൽ തന്നെ പെട്രോളിന് വില കൂടുന്നത് പോലെയല്ലേ സാധനങ്ങൾക്കൊക്കെ ഇന്ന് വില കൂടുന്നത്. സമ്പത്ത് കാലത്ത് കുറച്ച് അരിയും മലരും ഒക്കെ വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇന്നത്തെ വിലക്കാട്ട് കുറവാണല്ലോ ഇന്നലത്തെ വില എന്ന് കരുതി ആശ്വസിക്കാമല്ലോ. ഇത്ര ആധികാരികമായി മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ ഇടയിൽ നീ ഇങ്ങനെ മറന്നെന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം എഴുതുന്ന നമ്മൾ എങ്ങനെ സഹിക്കും? പെട്ടെന്ന് ഓർത്തിട്ട് ബാക്കി കൂടി പോരട്ടിങ്ങള്.
മഴക്കാലമൊക്കെ ആകുമ്പോൾ കുറച്ച് കുന്തിരിക്കമൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ചില പ്രത്യേക കൊതുകുകളെ പുകച്ച് പുറത്തു ചാടിക്കാമല്ലോ. ഈ കാലന്മാർ എന്നുദ്ദേശിച്ചത് പല കൊതുകുകളെ വാങ്ങാനേ തരവുള്ളൂ. വീണ്ടും വീണ്ടും പോയിന്റ്. മര്യാദയ്ക്ക് മുദ്രാവാക്യം വിളിച്ച് ഇതുപോലെ ജീവിച്ചാലേ നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കാൻ പറ്റൂ. അല്ലാതെ ആൾത്താരയിൽ കയറിയിരുന്ന വിശ്വാസികളെ വിശ്വാസം പഠിപ്പിച്ചാൽ കാലം കാത്തുവെക്കുന്ന വിധിയാണെന്ന് കരുതി ആശ്വസിക്കേണ്ടി വരും. ഇത്രയും നല്ല ഉദ്ദേശശുദ്ധി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് സതീശേട്ടൻ അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. ഗാലറി മുദ്രാവാക്യ ലിഖിതാവിന് എതിരാണ് എന്ന് ഉറപ്പായതോടെ പ്രതികരിച്ച് കളയാം എന്ന് കരുതി കാണണം. വർഗീയ ശക്തികൾ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു റാലിയിൽ ഇതുപോലെ വർഗീയ വിഷം തുപ്പുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ട് അതിനെതിരായിട്ട് ശബ്ദമുയർത്താൻ പോലും ആരും ഭരണകക്ഷിയിൽ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇരുന്നുകൊണ്ട് മതേതരത്വം നിറഞ്ഞു തുളുമ്പുന്ന ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയൊക്കെ സർക്കാർ എതിർക്കണമെന്നൊക്കെ പറയാൻ സതീശേട്ടൻ കാണിച്ച ആ വലിയ മനസ്സ് അതാരും കാണാതെ പോകരുത് കേട്ടോ. അതായത് ഉത്തമ, ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം